സ്കൂൾ സമയമാറ്റത്തിൽ വിമർശനവുമായി സമസ്ത രംഗത്ത് വരുമ്പോൾ വെട്ടിലാകുന്നത് സർക്കാരാണ്. മതപഠനം നടത്തുന്ന കുട്ടികളെ ബാധിക്കും. ബുദ്ധിമുട്ട് മനസ്സിലാക്കിയുള്ള മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സർക്കാരിന് ഇത് സംബന്ധിച്ച് നിവേദനം നൽകുമെന്ന് ജിഫ്രി തങ്ങൾ പറഞ്ഞു. വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 15 മിനിറ്റും വൈകിട്ട് 15 മിനിറ്റും വർദ്ധിപ്പിച്ചുകൊണ്ടാണ് സ്കൂൾ സമയത്തിൽ മാറ്റം വരുത്തുന്നത്. ഹൈസ്കൂൾ വിഭാഗത്തിൽ രാവിലെ 9:15 ക്ലാസ് തുടങ്ങി 4:15 അവസാനിക്കുന്ന രീതിയിലാണ് പുതിയ സമയക്രമം. ഇതിനെതിരെ സമസ്ത രംഗത്ത് വരുമ്പോൾ തീരുമാനം പുനഃപരിശോധിക്കുമോ എന്നാണ് അറിയേണ്ടത്. ഇടതുപക്ഷ അധ്യാപക സംഘടന പോലും ഈ സമയക്രമത്തെ അംഗീകരിക്കുന്നില്ല എന്നാണ് വസ്തുത. അതിനിടയിലാണ് സമസ്ത നേതാവിന്റെ ആവശ്യം സർക്കാരിന് മുന്നിലേക്ക് എത്തുന്നത്. സ്കൂൾ സമയമാറ്റം മതപഠനം നടത്തുന്ന കുട്ടികളെ ബാധിക്കും. ബുദ്ധിമുട്ട് മനസ്സിലാക്കിയുള്ള മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് ജിഫ്രി തങ്ങൾ പറഞ്ഞു. സമസ്ത ചരിത്രം കോഫി ടേബിൾ പുസ്തകത്തിന്റെ പ്രകാശന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ജിഫ്രി തങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിൽ ഇരുത്തിയാണ് തങ്ങളുടെ ആവശ്യമുന്നയിക്കൽ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും വേദിയിലുണ്ടായിരുന്നു. ഒരു പെറ്റി കേസ് പോലും സമസ്തയുടെ പേരിലില്ല. തീവ്രവാദം, ഭീകരവാദം എന്ന് ആക്ഷേപിക്കുന്ന സംഘടനകളുണ്ട്. സമസ്ത ഒരു തുറന്ന പുസ്തകമാണ്. മതം ഉള്ളവരും ഇല്ലാത്തവരുമുള്ള രാജ്യത്താണ് നാം ജീവിക്കുന്നത്. വർഗീയ കലാപമോ അനൈക്യമുണ്ടാക്കാനായുള്ള പ്രവർത്തനമോ സമസ്തയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെന്ന് ജിഫ്രി തങ്ങൾ പറഞ്ഞു. സമസ്തയെ പുകഴ്ത്തി മുഖ്യമന്ത്രിയും എത്തി. വി.ഡി. സതീശൻ ചിലത് പറഞ്ഞത് മുഖ്യമന്ത്രിക്കുള്ള ഒളിയമ്പായി. ഇതേ വേദിയിലായിരുന്നു സമസ്ത സർക്കാരിനെ വെട്ടിലാക്കി ആവശ്യമുന്നയിച്ചത്. സമസ്തയെ പുകഴ്ത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രീയ പിന്തുണ കൂടിയാണ് ലക്ഷ്യമിടുന്നത്. അടുത്ത കാലത്ത് പിണറായിയോട് അനുകൂല നിലപാടുകളാണ് സമസ്തയുടെ നേതൃത്വം എടുത്തത്. സമൂഹത്തിന് വെളിച്ചം നൽകാൻ കഴിയാത്ത സംഘടനകൾക്കാണ് നിലനിൽപ്പ് ഇല്ലാത്തതെന്നും സമസ്തയിൽ വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള ജനാധിപത്യ ഇടം ഉണ്ടെന്നും പിണറായി പറഞ്ഞു. ചുരുക്കം ചില രാഷ്ട്രീയ പാർട്ടികളിൽ പോലും അത് കാണുന്നില്ല. തിരുത്തൽ വേണ്ടവ തിരുത്തി മുന്നേറാൻ ഇനിയും സമസ്തയ്ക്ക് കഴിയണമെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. വിദ്യാഭ്യാസ മേഖലയിൽ സമസ്തയുടെ പങ്ക് വലുതാണ്. ഭൂരിപക്ഷ വർഗീയതയെ ചെറുക്കാൻ ന്യൂനപക്ഷ വർഗീയതയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇരുട്ടിനെ നേരിടേണ്ടത് വെളിച്ചം കൊണ്ടാണ്. ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമം സമുദായത്തിന് എതിരല്ല, ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും എതിരാണത്. സമസ്ത എന്തെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാമെന്നും പിണറായി കൂട്ടിച്ചേർത്തു. ഇതിന് പിന്നാലെയായിരുന്നു സതീശൻ ചിലത് പറഞ്ഞത്. പച്ച വെളിച്ചത്തിന് തീപിടിക്കുന്ന വർഗീയതയുള്ള കാലത്ത് സമസ്തയുടെ സാന്നിധ്യം ആശ്വാസകരമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. സമസ്തയുടെ സാന്നിധ്യം ഇല്ലാത്ത കേരളത്തെ ചിന്തിക്കാൻ കഴിയില്ലെന്നും സതീശൻ അഭിപ്രായപ്പെട്ടു. ഒരു സമൂഹത്തെ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് എത്തിക്കാൻ സമസ്തയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. സമസ്ത പൊതു വിദ്യാഭ്യാസ രംഗത്തുണ്ടാക്കിയ മാറ്റം വലുതാണെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. ചിലർ മലപ്പുറത്തെക്കുറിച്ചും മലബാറിനെക്കുറിച്ചും പലതും പറഞ്ഞിട്ടുണ്ടെന്നും ഈ സന്ദർഭത്തിൽ അതിലൊന്നും താൻ അഭിപ്രായം പറയുന്നില്ലെന്നും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു.